പോർക്കളത്തിൽ പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ യോദ്ധാവിനെ പോലെ ഗോളടിച്ച് രക്ഷകനാകാനും, കിരീടങ്ങൾ മോഹിക്കുമ്പോൾ ഗോളടിച്ചും അടിപ്പിച്ചും പോരാട്ട ഭൂമിക്ക് നേതൃത്വം കൊടുക്കുവാനും കേവലം അക്ഷരങ്ങൾ കൊണ്ട് ആയിരങ്ങളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്ന ഇന്ദ്രജാലക്കാരനും, വീറും വാശിയും സ്ഥിരകളിൽ ആവാഹിച്ച് വായു നിറച്ച തൂവൽ പന്തിനെ നൈലോൺ വലകളിൽ ചുംബിക്കാൻ പോരടിക്കുന്ന പോരാളികളുടെ ചരിത്രമോ പേരിനൊത്ത പെരുമയോ ഇന്ത്യൻ കാൽപന്തിന് അഭിപ്രായപ്പെടുവാനില്ലെങ്കിൽ പോലും കാൽപന്ത് ലോകത്തെ കുഞ്ഞൻ രാജ്യമായ നമ്മുടെ രാജ്യത്തും കാൽപന്തിൻ്റെ കളിയാട്ടുണ്ട് എന്ന് ആത്മാഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി വിളിച്ചു പറയാൻ ഇന്ധനം നൽകിയവൻ്റെ പേര് സുനിൽ ഛേത്രി. അവർ ഓൺ ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ്. വെൽക്കം ടു പ്രോ മലയാളി. 140 കോടി ഇന്ത്യൻ ജനതയ്ക്കും മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ ഈ 5.5 അടിക്കാരൻ തന്നെയാണ്. ഗോൾ വേട്ടയിൽ ഫുട്ബോൾ ഇതിഹാസം പെലെയെ മറികടന്നും മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പം പിടിച്ച് ലോകരാജ്യങ്ങളുടെ മുന്നിൽ കാൽപന്തിന് നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാനം നൽകിയവൻ്റെ പേരായിരുന്നു സുനിൽ ഛേത്രി. പഴകുന്തോറും വീര്യം കൂടുന്ന വീനിനെ പോലെയാണ് സുനിൽ ഛേത്രി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ത്യൻ കാൽപന്തിനെ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചവൻ. എന്തെങ്കിലും ഈ കാൽപന്ത് ആരാധകർക്ക് സ്വപ്നം കാണാനെങ്കിലും അവസരമുണ്ടാക്കിയ ഇന്ത്യൻ കാൽപന്തിൻ്റെ ഹീറോ. ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യക്കാരുടെ സ്വപ്നം ഇടനെഞ്ചിൽ ആവാഹിച്ച് ആ വായു നിറഞ്ഞ തൂവൽ പന്തിനെ നൈലോൺ വലകളിലേക്ക് നിക്ഷേപിക്കാൻ പോരടിക്കുന്ന പോരാളി. മുന്നേറ്റത്തിലെ പങ്കാളികൾ മാറി മാറി വന്നു എങ്കിലും ഈ 11-ാം നമ്പർ കുപ്പായക്കാരന് മാത്രം മാറ്റമുണ്ടായില്ല. ഇന്ത്യൻ കാൽപന്തിൻ്റെ പകരം വയ്ക്കാൻ കഴിയാത്ത ഇതിഹാസമായി അയാൾ മാറിക്കഴിഞ്ഞു. കാൽപന്തിൻ്റെ ദിശയും ഗതിയും വേഗതയുമൊക്കെ ഒരു സംഗീത ഉപകരണം പോലെ അദ്ദേഹം വായിച്ചെടുക്കുന്നത് പലപ്പോഴും നാം കണ്ടവരാണ്. ക്ലീൻ പൊസിഷൻ കൊണ്ട് തൻ്റെ ദൗർബല്യങ്ങളെ ഈ 11-ാം നമ്പർ കുപ്പായക്കാരൻ മറികടക്കുന്നത്. ബോക്സിൽ ഒരു പന്ത് വന്നാൽ കൃത്യസ്ഥലത്ത് ഇന്ത്യൻ നായകൻ അവിടെയുണ്ടാകും. മൂർച്ചയേറിയ ഷോട്ടുകളോ ഹെഡർ ഗോളുകളോ പ്ലേസ്മെൻറ്റുകളോ കൊണ്ട് നൈലോൺ വലകൾ തുളച്ചു കയറും. നെഹ്റു കപ്പിലും സാഫ് കപ്പിലും ഇന്റർകോണ്ടിനെൻ്റൽ കപ്പിലും ഈ സിക്രന്ദാബാദുകാരൻ്റെ ഗോൾവേട്ട നാം കണ്ടവരാണ്. 2018 ഇന്റർകോണ്ടിനെൻ്റൽ കപ്പിൽ കാണികളില്ലായിരുന്നപ്പോൾ ഒറ്റൊരു വീഡിയോ കൊണ്ട് മുംബൈ അറീനയുടെ ഇരിപ്പിടങ്ങൾ നിറച്ച മായാജാലക്കാരൻ. അത് നേടിയെടുത്തത് നാട്യങ്ങളില്ലാത്ത കളിക്കാരനും രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുന്നതിൻ്റെ വിലയും കൊണ്ടാണ്. 2005 പാകിസ്ഥാനെതിരെയായിരുന്നു സുനിൽ ഛേത്രിയുടെ ദേശീയ കുപ്പായത്തിലെ അരങ്ങേറ്റം. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമായി ഈ 11-ാം നമ്പർ കുപ്പായക്കാരൻ മാറുകയായിരുന്നു. അന്നത്തെ ചെറുപയ്യനിൽ നിന്ന് ഇന്ന് ലോക കാൽപന്തിന് ഇന്ത്യക്ക് ഇടം നൽകിയ നായകനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ മത്സരം, ഇന്ത്യയുടെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ മുന്നിൽ, 6 തവണ AIFF പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി, അർജുന അവാർഡ്, പത്മശ്രീ പുരസ്കാരം, ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഏഷ്യൻ ഐക്കൺ സ്ഥാനം നൽകി. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ മതി വരാത്ത പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് സുനിൽ ഛേത്രി. മുന്നിൽ നിന്ന് നയിച്ച ലീഡർ, ടീമിലെ ബാക്കി പന്താട്ടക്കാരെ ഒരുമിച്ച് കൊണ്ടുപോയ കപ്പിത്താൻ, ദി ക്യാപ്റ്റൻ. വരും തലമുറയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് സുനിൽ ഛേത്രി. സഹതാരങ്ങൾക്ക് ഗോൾ നേടാൻ അസിസ്റ്റ് ഒരുക്കുന്ന, താൻ ഗോൾ നേടിയാൽ അസിസ്റ്റ് തന്ന വ്യക്തിയോടും മറ്റ് ടീം അംഗങ്ങളോടും കൂടി അത് ആഘോഷിക്കുന്ന, ഗാലറി നോക്കി കൈകൂപ്പി തൻ്റെ ഗോൾ നേട്ടം ആഘോഷിക്കുന്ന, തോൽവിയായാലും വിജയമായാലും ഗാലറിയെ നോക്കി അഭിവാദ്യം ചെയ്യുന്ന മാതൃകയാണ് നിങ്ങൾ. ഏതൊരു പന്താട്ടക്കാരനെയും തളർത്തുന്ന ഒന്നുണ്ട്, പ്രായം. അവിടെ വെച്ച് സ്വപ്നങ്ങളും മോഹങ്ങളും ബാക്കി വെച്ച് സുനിൽ ഛേത്രിയും പടിയിറങ്ങുകയാണ്. ഇന്ത്യൻ മുന്നേറ്റ നിര നയിക്കാൻ പുതിയൊരു താരോദയം ഉണ്ടായേക്കാം. ഇന്ത്യൻ കാൽപന്തിന് പുതിയൊരു നായകൻ അവതരിച്ചേക്കാം. പക്ഷേ സുനിൽ ഛേത്രിയെപ്പോലൊരാൾ അതിന് സംഭവിക്കുകയില്ല. റൺസിനെയും ബൗണ്ടറികളെയും വിക്കറ്റിനെയും പ്രണയിച്ച് നടന്നിരുന്ന ഒരു ജനതയുടെ സിരകളിലേക്ക് കാൽപന്തിൻ്റെ വിത്ത് വിതറി. കാൽപന്തിൻ്റെ വിശ്വമാമാങ്കത്തിൽ കാൽപന്തിൻ്റെ ഇന്ത്യൻ കളിയാട്ടിൻ്റെ കാലൊച്ചകൾ കാതിൽ മുഴങ്ങുന്നത് വിദൂരമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നവൻ സുനിൽ ഛേത്രി. ഇന്ത്യൻ കാൽപന്തിനൊരു ചരിത്രമുണ്ട് എങ്കിൽ അങ്ങയുടെ പേര് തങ്കലിപിയാൽ ചാർത്തപ്പെടുക തന്നെ ചെയ്യും. പോർച്ചുഗീസുകാർക്ക് എങ്ങനെയാണോ റോണോ, ബ്രസീലുകാർക്ക് എങ്ങനെയാണോ നെയ്മർ, റൊസാലിയോക്കാർക്ക് എന്താണോ മെസ്സി, ഞങ്ങൾക്കുമുണ്ടായിരുന്നു ഒരു ഇതിഹാസ നായകൻ. ഞങ്ങളത് വാഴ്ത്തിപ്പാടുക തന്നെ ചെയ്യും. ഹാറ്റ്സ് ഓഫ് സുനിൽ ഛേത്രി.